നമ്മുടെ നാട് ഇത് എന്താ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല. ഈ ആണുങ്ങൾ തന്നെ ആണുങ്ങളോട് എന്താണിത് എനിക്കത് മനസ്സിലാവുന്നില്ല. പ്ലീസ്, അങ്ങനെയുള്ള യാതൊരു താല്പര്യമുള്ള ആളല്ല ഞാൻ, നിങ്ങളത് മനസ്സിലാക്കണം ദയവ് ചെയ്ത്. ഒരുപാട് ഇഷ്ടമാണ് കണ്ണൻ ചേട്ടനെ. അപ്പം നിഷമോളെ കണ്ണൻ ചേട്ടനോടുള്ള ഇഷ്ടത്തിൻ്റെ 4 ഇരട്ടി ഇഷ്ടം കണ്ണൻ ചേട്ടന് മോളോടും ഉണ്ട്. ഓക്കെ, എന്നെ അങ്ങനെ അധികം ഇന്ന് വരെ കോണ്ടാക്ട് ചെയ്യുകയോ എൻ്റെ വിശേഷങ്ങളോ എൻ്റെ വിവരങ്ങളോ അറിയാൻ താല്പര്യപ്പെടാതിരുന്നവരാരും ഇനിയും അത് ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. അടുത്ത ഡിസംബറിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ടേ, അതായത് വരുന്ന ഡിസംബറിൽ. പിന്നെ ഫ്ലൈറ്റിൽ മോളും കയറിയിട്ടില്ല, എൻ്റെ അമ്മയും കയറിയിട്ടില്ല, അപ്പോൾ എൻ്റെ ചേച്ചിയും കയറിയിട്ടില്ല, മോനും ചേച്ചിയുടെ മോനും. അപ്പോൾ അവർക്കെല്ലാം ഫ്ലൈറ്റിൽ കയറിയ ഒരു സന്തോഷമാവും, കാശ്മീർ കണ്ട സന്തോഷമാവും, എനിക്ക് അതിലേറെ സന്തോഷമാവും. ഒഴിവായി പോയവർ ഒഴിവായി പോട്ടെ, ഞാനായിട്ട് ഒഴിവാക്കിയവരല്ലാരും. അപ്പോൾ വളരെ നല്ല രീതിയിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. എനിക്ക് അവർ പോലും വിചാരിക്കും അയ്യോ ഇവൻ ഇനി മെസ്സേജ് അയക്കുന്നവന് ഇഷ്ടമല്ലയോ എന്ന്. അങ്ങനല്ല. ആരും എനിക്ക് കമൻറ്റ് 3-4 പേര് ചെയ്തിരുന്നു, കണ്ണ ഞങ്ങൾക്ക് ഗിഫ്റ്റൊന്നും ഇല്ലയോ എന്ന്. അയ്യോ തീർച്ചയായിട്ടും ഉണ്ട്. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാനും ഓക്കെയാണ്, ഫൈൻ. ഒരു 70 to 80% എനിക്ക് ഓക്കെയാണ്. എനിക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും തിരക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ, അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്ന് ഞാൻ ഈ കാര്യം സന്തോഷവും നിങ്ങളുടെ അടുത്തുള്ള സ്നേഹവും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും ക്രിഞ്ചായിപ്പോവും. അപ്പോൾ നമുക്ക് മാറ്ററിലേക്ക് വരാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ലോങ് വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ എന്നോട് 1-2 പേരൊക്കെ കമൻറ്റിലും അല്ലെങ്കിൽ ഈവൻ എനിക്ക് മെസ്സേജും ഒക്കെ ചോദിച്ചിരുന്നു എന്താ വീഡിയോ കണ്ടില്ലല്ലോ എന്ന്. അത് ഈ വീഡിയോ കാണാത്തത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൺസിസ്റ്റൻസി ഭയങ്കരമായ ആഗ്രഹമുണ്ട്. എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്രശ്നം, എനിക്ക് ഭയങ്കര അതിനെന്ത് വാക്കാ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്കിപ്പോൾ ഞാനല്ലാതെ ഒരാളുകൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഒരു ഫ്ലോ കിട്ടത്തില്ല സംസാരിക്കാൻ. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന പോലെ മറ്റൊരാളുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. പക്ഷേ എന്നാൽ ആ ആൾ ഞാനുമായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ സംസാരിക്കും ഇതേപോലെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൾ ഇതുപോലെ ഒരു ബ്ലോഗോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാക്സിമം കുറച്ച് നല്ല പ്രൈവസി ഉള്ള സ്പേസ് കിട്ടിയാൽ, അതായത് ഒരു ചെറിയ വീടോ അല്ലെങ്കിൽ ഒരു ചെറിയ റൂമ് സിംഗിളായിട്ട്, അതായത് മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു റൂമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗകര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയാണ്, എനിക്ക് ഒരുപാട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ വളരെ പ്രൈവറ്റായിട്ട്, ഞാൻ വളരെ സെക്യൂറായിട്ട് ഒരിടത്ത് ഉണ്ട്, എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിലാണേ. അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ ഇതാണ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ വരുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് വ്ളോഗ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്, വീഡിയോസ് ചെയ്യുന്നവരും ഒക്കെ കാണുന്നുണ്ട്. ഞാൻ അവരുടെ എല്ലാം സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ എല്ലാവരുടെയും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഒത്തിരി ചാനലുകൾ നടത്തുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കും ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി, പിന്നെ ഞാനൊന്ന് റിട്ടേൺ അല്ല, ഞാൻ എഴുതി വെച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇന്നലെ പ്ലാൻ ചെയ്ത് ഇന്ന് ഈ കഥ പറയാം എന്ന സെറ്റപ്പിലല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇന്നിപ്പോൾ തോന്നി, ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ഒരു വീഡിയോ നമുക്ക് ചെയ്തു നോക്കാം എന്ന് തോന്നി. പക്ഷേ ആ സ്പേസ് എനിക്ക് അത്രയും പ്രൈവസി തരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടി തുറന്ന് എല്ലാം അങ്ങ് പറയും. ആ പറയുന്നത് മാത്രമാണ് എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എനിക്ക് മാത്രം വേണ്ടി പറയുകയല്ല, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ വേണ്ടി പറയുകയാണ്. നിങ്ങൾക്കൊരു ചെറിയ സ്പേസ് വളരെ പ്രൈവറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങൾ പറയാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് അതിന് നല്ലൊരു മാർഗം അത് ആ ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. അത് ആ ഒരു വീടിനകത്ത് ഒരു റൂം നിങ്ങൾക്ക് സേഫാണ്, ആ റൂം ഓക്കെ ആണെങ്കിൽ അതങ്ങ് എടുക്കുക. അതെടുത്തിട്ട് നിങ്ങൾ പറയുക, മറ്റുള്ളവരോട് പറയുക, ഈ ഇത്ര ടൈം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇതിനെ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യരുത്. അത് വന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കുക, ഇതെല്ലാം പോവും, നമ്മുടെ കോൺസെൻട്രേഷൻ പോവും. കാരണം നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട്, എനിക്കുള്ളതുകൊണ്ട് പറയാം. ആരെങ്കിലും വരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നോക്കുന്നു എന്ന് കണ്ടാൽ അപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് പോവും, പിന്നെ എനിക്ക് ഇത്ര ഫ്ലോ കിട്ടത്തില്ല പറയാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കൂടെ കേൾക്കാനാണ് കേട്ടോ. ഈ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, അതല്ല ഇനി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അത് ചെയ്യുക. അത് ചെയ്യാനായിട്ട് ആ ഒരു സ്പേസ് കണ്ടെത്തുക. ആ സ്പേസാണ് നിങ്ങളുടെ ലോകം. അവിടെയാണ് നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതൊരു തെറ്റോ കുറവോ ഒന്നുമായിട്ടും കാണണ്ട. ആരെന്ത് പറഞ്ഞാലും അത് ചിന്തിക്കാനും പോകണ്ട, ഒന്നും കേൾക്കാനും നിൽക്കണ്ട. അങ്ങനെ നമ്മൾ ആ ഒരു സ്പേസ് കണ്ടിട്ട് ആ ഒരു സ്പേസിലേക്ക് എത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ കൃത്യമായി ക്യാമറയിലേക്ക് നോക്കി പറയുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക.
ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇത് എൻ്റെ ഒരു പ്രശ്നം എനിക്കിങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു ക്ലാരിറ്റിയിൽ ഞാൻ നിങ്ങളിലേക്ക് ഇത് പറഞ്ഞത്. കാരണം ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ ഓക്കെ 1 സെക്കൻഡ്, ഒരു മോള് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അത് അവളെ ഒന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതെ കണ്ണൻ ചേട്ടാ, എൻ്റെ പേരൊന്ന് പറയാവോ? നിഷ എന്നാണ് പേര്. ഒരു അനിയത്തിക്കുട്ടിയാ, ഒരുപാട് ഇഷ്ടമാണ് കണ്ണൻ ചേട്ടനെ. അപ്പം നിഷ മോളെ, കണ്ണൻ ചേട്ടനോടുള്ള ഇഷ്ടത്തിൻ്റെ 4 ഇരട്ടി ഇഷ്ടം കണ്ണൻ ചേട്ടന് മോളോടും ഉണ്ട്. ഓക്കെ, മോള് സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നിഷ മോൾക്ക് വേണ്ടി ഞാൻ അത് പറയാൻ കാര്യം, മോള് അനിയത്തിയാണെന്നാണ് പറഞ്ഞത്, അപ്പോൾ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് മീൻസ് നമ്മൾ ഒരു ചെറിയൊരു ആഗ്രഹമല്ലേ ഇതൊക്കെയല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും ഞാൻ ആകുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമേ ഉള്ളൂ, ഇഷ്ടമേ ഉള്ളൂ. പിന്നെ നോക്കാം എന്താ വരുന്നതെന്ന്. വരായികകളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. മറ്റു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളും കാര്യങ്ങളൊക്കെ ഞാൻ പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കാമെന്ന് വെച്ചു. അത് പയ്യെ ചിലപ്പോൾ ടൈം എടുക്കും, എന്നാലും അത് ഞാൻ ഉപേക്ഷിച്ച് അതെല്ലാം മറന്ന് എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ എന്നുള്ളത്. കാരണം ഞാൻ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവുന്നതെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, പ്രഷറുകളുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. സോ ഐ റിയലി ലൈക്ക് ടു ഭയങ്കര സന്തോഷമായിട്ട് അതായത് എനിക്ക് നിങ്ങൾക്ക് ഈ വാക്കുകൾ ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് അത്രത്തോളം ഇതുണ്ട്. ഈ ഒരു കാര്യങ്ങളും ചിന്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നൊരു കാര്യമുള്ളത്, എന്നെ അധികം ഫാമിലി മെമ്പേഴ്സ് ആയാലും ആരായാലും എടുത്തു പറയുന്നു, ഫാമിലി മെമ്പേഴ്സ് എന്നെ അങ്ങനെ അധികം ഇന്ന് വരെ കോണ്ടാക്ട് ചെയ്യുകയോ എൻ്റെ വിശേഷങ്ങളോ എൻ്റെ വിവരങ്ങളോ അറിയാൻ താല്പര്യപ്പെടാതിരുന്നവരാരും ഇനിയും അത് ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. ഓക്കെ, ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ അത് കണ്ടിട്ടോ ഇത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പം ഇച്ചിരി സന്തോഷമായിട്ടിരിക്കുന്നു എന്നാൽ പിന്നെ ആ ഒരു സെറ്റപ്പ് ഒന്നും വേണ്ട. എനിക്ക് ആരുടെ ആവശ്യമില്ല. എനിക്കങ്ങനെ ഇന്ന് വരെ ഇല്ലാത്ത ഒന്നും എനിക്ക് ഇനി വേണ്ട. അത് വ്യക്തമായി ഞാൻ പറയുകയാണ്. കാരണം ഞാൻ ഓക്കെ ഒരു 100% എന്നല്ല, ഒരു 50% പോലും ഒരു നല്ല വ്യക്തിയല്ല. ഓക്കെയാണ്, ഞാൻ സമ്മതിക്കുന്നു. അതിലെനിക്ക് കുഴപ്പമില്ല അങ്ങനെ പറയുന്നതിൽ. എനിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ട്, തെറ്റില്ലാത്തൊരു മനുഷ്യനൊന്നുമല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് അതെനിക്കറിയാം നല്ല വ്യക്തമായിട്ട്. ആൻഡ് ഇപ്പോൾ മുമ്പില്ലാത്തവരൊക്കെ ഇപ്പം ഇങ്ങോട്ട് കയറി വരാനുള്ള റീസൺ അതെന്താണെന്നും അതല്ലെങ്കിൽ അത് വേണ്ടപ്പാ, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആരും എന്നെ പ്ലീസ് ഉപദ്രവിക്കരുത്. എനിക്കിപ്പോൾ ഞാൻ പറയുന്നല്ലോ, ഇത് വെറും വാക്ക് പറയുന്നതല്ല. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ അവരെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സുഖിപ്പിക്കുന്നു എന്ന് പറയും, അല്ലെങ്കിൽ ചിന്തിക്കാം. അങ്ങനെയല്ല. എനിക്ക് ആളായിട്ടോ കാശായിട്ടോ ആരും കൂടെ വേണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് ആവതുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ജോലികളും ഒക്കെ ചെയ്ത് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകും. എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിടുകയും ചെയ്യും. അതിലൂടെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ അതിലേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല. കാരണം എന്നെ വളരെ അടുത്തറിയാവുന്ന, ജനിച്ച കാലം തൊട്ടേ അടുത്തറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പോരായ്മകളും എൻ്റെ നല്ല കാര്യങ്ങളും എല്ലാം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരായിരിക്കാം. അതിൽ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, എൻ്റെ തെറ്റുകൾ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം, എൻ്റെ നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, എന്നെ സ്നേഹിച്ചവരുണ്ടായിരിക്കാം, അതിലേറെ സ്നേഹിച്ചവരുണ്ടായിരിക്കാം, സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ പാതി വഴിക്ക് വെച്ച് മൈൻഡാക്കാതിരുന്നവരുണ്ടായിരിക്കാം. എല്ലാവരും പോയിക്കുമോ, ലീവ്, ആരും വേണ്ട. എനിക്ക് ഈ ഒരു സന്തോഷമുണ്ടല്ലോ, ഇന്ന് ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഇതിങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം, എനിക്കിഷ്ടവും. എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. അല്ലാതെ സമയവും സന്ദർഭവും അനുസരിച്ച് സ്നേഹിക്കുന്നവരെ എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്കൊരു നല്ലത് വരുമ്പോൾ, നമുക്ക് കുറച്ച് ബെറ്ററായിട്ട് നമ്മൾ പോകുന്നു എന്ന് കാണുമ്പോൾ കുറച്ച് സ്നേഹമായിട്ട് ഇങ്ങോട്ട് വരുന്നവരെ ഞാൻ ആ ഡോറങ്ങ് അടയ്ക്കുക. എനിക്ക് ആ സ്നേഹമായിട്ട് ആരും വരണ്ട. അതല്ലാതെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇന്നും എൻ്റെ കുടുംബത്തിലായാലും അല്ലെങ്കിൽ പുറത്തായാലും അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്നവരായാലും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവർ മതി. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടുക. അല്ലാത്തവരുടെ ഇഷ്ടവും പിന്നെ പുതിയ സ്നേഹങ്ങളുമായിട്ടും ആരും വരണ്ട. മനസ്സിലായി? ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയോ എൻ്റെ വ്യൂവേഴ്സിനെയോ അല്ല ഈ പറയുന്നത്. ലിറ്ററലി എനിക്ക് ഈ റീസെൻ്റ്ലി കുറച്ച് പേരിങ്ങനെ
ഇതുവരെ ഇല്ലാത്ത ഓരോ ബന്ധങ്ങളുമായിട്ട് വരുന്നു. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എനിക്കതിൻ്റെ കൊണ്ട് താല്പര്യമില്ല. ഓപ്പണായിട്ട് ഇങ്ങനെ അങ്ങ് പറയുകയാണ്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ അറിയത്തില്ല. പിന്നെ നിങ്ങളൊക്കെ വിളിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ വെച്ചിട്ട് പോകുമോ അല്ലെങ്കിൽ നിങ്ങളെനിക്ക് കാണണ്ട ഇങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. കാരണം എനിക്കാരെയും മനസ്സ് വിഷമിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. ഇപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പം വിഷമിക്കത്തില്ലയോ എന്ന് വിചാരിക്കും. നിങ്ങളത് അറിയണമല്ലോ, എനിക്കിത് എങ്ങനെയെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അത്തരം ബ്ലഡി സ്നേഹങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. എന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട, എന്നെ കുറച്ച് സ്നേഹിക്കുന്ന, എന്നെ നേരിട്ടറിയാത്ത ഒത്തിരി പേരുണ്ട്. അതുപോലെ എന്നെ നേരിട്ട് അറിയാവുന്നവരുമുണ്ട്, കുറച്ചൊക്കെ വളരെ നല്ലപോലെ സ്നേഹവും ആ ഒരു ഇഷ്ടവും കരുതലും ഒക്കെ ഉള്ളവർ. അത്രയൊക്കെ മതി, എനിക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനീ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ലിറ്ററലി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനത്തെ ഫേക്ക് സ്നേഹങ്ങളോട് ബൈ ആവശ്യമില്ല. പിന്നെ വേറെ ഒരുപാട് മെയിലൊക്കെ വരാറുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. പിന്നെ ഒരു കാര്യം, സിന്ധു എങ്ങനെ വായിക്കണ്ടേ, നർസാറെ അങ്ങനെയാണ് ഇത് ഈ കിടക്കുന്നത്, എനിക്കറിയില്ല. അതൊരു ഹിന്ദി സംസാരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. എനിക്ക് ഹിന്ദിയിലാണ് കമൻറ്റുകളൊക്കെ ഇടുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതേപോലെ ഹിന്ദി കമൻറ്റുകളാണ് ഇടുന്നത്. എനിക്കത് സത്യം പറഞ്ഞാൽ ഹിന്ദി വലിയ പിടിയില്ല. പിന്നെ ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ വരുന്നത് അങ്ങോട്ടും എനിക്ക് അതൊട്ടും പിടി കിട്ടുന്നില്ല. കാരണം അത് കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ലെന്ന് തോന്നുന്നു നടക്കുന്നത്. എന്തോ ഒരു രീതിയിലൊക്കെ അത് എഴുതി കാണിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് അത് ക്ലാരിറ്റി വ്യക്തമാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് പലതിനും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഐ തിങ്ക് നിങ്ങൾക്കത് മനസ്സിലായി കാണും. മിസ്സായിരിക്കും സിന്ധു എന്ന് കരുതുന്നു. സിന്ധുവിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് നിങ്ങളോട് റിപ്ലൈ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ എനിക്കറിയില്ല. പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒത്തിരി കമൻറ്റുകൾ ഇട്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് വായിച്ചപ്പോൾ. സോ അതിൻ്റെ റീസൺ ഇതാണ്. എനിക്ക് ഹിന്ദി അത്ര വശമല്ല. മാക്സിമം ഞാൻ പെട്ടെന്ന് പഠിക്കാം എന്നല്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഹിന്ദി. കാരണം എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്, ഒരു ഓൾ ഇന്ത്യ ട്രാവലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടന്നിട്ടില്ല, വിജയകരമായിട്ടില്ല. നമുക്കത് അല്ലെങ്കിൽ എനിക്കത് വിജയകരമായിട്ട് ചെയ്യണം. അത് ഒരു കുറവുമില്ലാതെ എല്ലായിടത്തും അതിൻ്റേതായ രീതിയിൽ എനിക്ക് പോയി കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റണം. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. എൻ്റെ രാജ്യമെങ്കിലും എനിക്ക് മൊത്തം കാണണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, അത് ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ട്. അതൊക്കെ ഒരിക്കൽ എന്നെങ്കിലും സാധിക്കും എന്ന് കരുതുന്നു. ആൻഡ് അടുത്ത ഡിസംബറിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. അതായത് വരുന്ന ഡിസംബറിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഈ നാട്ടിൽ വരുമ്പോൾ എൻ്റെ പെങ്ങളുടെ മോളുണ്ട് കേട്ടോ, നമിത എന്നാണ് പേര്. അപ്പോൾ അവൾ ഒരാഗ്രഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് സാധിക്കും, ഞങ്ങളതിന് പോകും. അപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോഴത്തെ കാര്യം. ബട്ട് ഞങ്ങളത് പോകും. വേറൊന്നുമല്ല, ഒരു ചെറിയ ആഗ്രഹം അവളിങ്ങനെ പറഞ്ഞു, അവൾക്ക് കാശ്മീർ ഒന്ന് കാണണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാവരെയും ഞാനും അമ്മയും ചേച്ചിയും മക്കളും ചേച്ചിയുടെ മക്കളും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അതാണ് എനിക്കിപ്പോൾ അവരും ഒക്കെയാണ് ഹാപ്പി. പിന്നെ ഈ പറയാൻ നിങ്ങളെല്ലാവരും ഉണ്ട്, ഇല്ലെന്നല്ല. ഓക്കെ, എന്താ പറയണമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇങ്ങനെ മനസ്സിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന കാശ്മീർ പോകണം, ഡിസംബറിൽ പോകണം. അപ്പോൾ അതിന് ബാലൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കതൊക്കെ ഒന്ന് ഓക്കെ സേഫായിട്ട് പോകണം, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണം, ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയിട്ട് വരണം, ആ രീതിയിൽ. പിന്നെ ഫ്ലൈറ്റിൽ മോളും കയറിയിട്ടില്ല, എൻ്റെ അമ്മയും കയറിയിട്ടില്ല, അപ്പോൾ എൻ്റെ ചേച്ചിയും കയറിയിട്ടില്ല, ചേച്ചിയുടെ മോനും. അപ്പോൾ ഇവരാരും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈറ്റിലൊരു യാത്രയായി, അത് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റിൽ തന്നെ വരാം. കാരണം ട്രെയിനിൽ വന്നാൽ ഒത്തിരി 2-3 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. അതുപോലെ അമ്മ ഷീസ് ഏജ്ഡ്, അപ്പോൾ ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. സോ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചും വരാം എന്ന് കരുതുന്നു. അപ്പോൾ അവർക്കെല്ലാം ഫ്ലൈറ്റിൽ കയറിയ ഒരു സന്തോഷമാവും, കാശ്മീർ കണ്ട സന്തോഷമാവും, എനിക്ക് അതിലേറെ സന്തോഷമാവും. അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ അവരൊക്കെ ആണെങ്കിൽ, എൻ്റെ വീട്ടിലുള്ളവർ കേട്ടോ, ഞങ്ങൾക്ക് അത്ര ഓക്കെ അല്ല അവരാരും, അവർ എപ്പോഴും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനതുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. ആൻഡ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ. പിന്നെ വളരെയധികം സന്തോഷത്തിലാണ്. എനിക്ക് ഒത്തിരി സന്തോഷത്തിലാണ്. ഞാൻ ഭയങ്കര സന്തോഷവാനായ ഒരു മനുഷ്യനായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് മറ്റ് പഴയ കാര്യങ്ങളും ഓർമ്മകളും അല്ലെങ്കിൽ വിഷമങ്ങളും ഒന്നും തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ ഞാനിനിയില്ല. അതൊരു വലിയ ഭാരമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആരും
മനഃപൂർവ്വം ഒഴിവാക്കുന്നില്ല. ഒഴിവായി പോയവർ ഒഴിവായി പോട്ടെ, ഞാനായിട്ട് ഒഴിവാക്കിയവരല്ല ആരും. അപ്പോൾ അത് ഞാനങ്ങനെ ആരെയും എനിക്കിനി വയ്യ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് അത് എൻ്റെ ലൈഫ് ഇല്ലാണ്ടാവുന്നു എന്നുള്ളതൊരു വലിയ സത്യമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ് സോ നിങ്ങളുടെ സപ്പോർട്ട് അത് വളരെ വലുതാണ്. സന്തോഷം. പിന്നെ ഇപ്പോഴും മെയിൽ വരാറുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യമുള്ളതേ, ഇത് പറയാമോ പറയുന്നത് തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. യൂസ് ചെയ്യുന്ന, അതായത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു പറയുന്ന മോശമാണോ എന്തോ, പറയുന്നതൊക്കെ എത്ര കണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ ആരും തന്നെ അനാവശ്യം കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ടൈമില്ല. ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് അത് ലിറ്ററലി ആണായാലും പെണ്ണായാലും ഞാൻ രണ്ടു കൂട്ടരോടും പറയുക, ഇത് നമ്മുടെ നാട് ഇത് എന്താ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല. ഈ ആണുങ്ങൾ തന്നെ ആണുങ്ങളോട് എന്താണിത്, എനിക്കത് മനസ്സിലാവുന്നില്ല. പ്ലീസ്, അങ്ങനെയുള്ള യാതൊരു താല്പര്യമുള്ള ആളല്ല ഞാൻ, നിങ്ങളത് മനസ്സിലാക്കണം ദയവ് ചെയ്ത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. എനിക്ക് അവർ പോലും വിചാരിക്കും, അയ്യോ ഇവൻ ഇനി മെസ്സേജ് അയക്കുന്നവന് ഇഷ്ടമല്ലയോ എന്ന്. അങ്ങനല്ല, ഈ അനാവശ്യങ്ങൾ അയക്കുന്ന ആണായാലും പെണ്ണായാലും ഉണ്ട് കേട്ടോ. അത് എന്തിനാ, അതിൻ്റെ ആവശ്യമില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തു. എനിക്കൊന്നൊരു 12-13 പേരെ ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്കിത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ വിഷമിപ്പിക്കണമെന്നില്ല. മര്യാദയ്ക്കാണെങ്കിൽ എനിക്കൊരു പരാതിയില്ല, പരാതിയുള്ളവനല്ല. നിങ്ങൾ എന്ത് വേണേൽ ചോദിച്ചോ. എനിക്ക് എന്നാൽ കഴിയുന്ന രീതി എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അത് എപ്പോഴെങ്കിലും കാണുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് സമയമുള്ളപ്പോഴോ ഞാൻ റിപ്ലൈ തരാം. എനിക്ക് പരാതിയില്ല. മെസ്സേജ് അയക്കുന്നതിലും മെയിൽ അയക്കുന്നതിലും ഒന്നിനും എനിക്ക് പരാതിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് അയച്ചോളൂ, പക്ഷേ നല്ലതായിട്ട് നല്ല രീതിയിൽ. അനാവശ്യമായ കാര്യങ്ങളൊന്നും വേണ്ട. ഞാനൊന്ന് നേരെ പൊയ്ക്കോട്ടെ. എൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. എനിക്കിപ്പോൾ അതിനോടൊന്നും അങ്ങനെയൊന്നും യാതൊരു താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അത്. പിന്നെ വേറെ എന്താ പറയാനുള്ള, വേറെ സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ എല്ലാ അമ്മമാരും ചേച്ചിമാരും എൻ്റെ പെങ്ങന്മാരും എല്ലാവരും, അതുപോലെ എൻ്റെ സഹോദരന്മാർ, എൻ്റെ പ്രായമുള്ളവർ കാണും, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് കടപ്പാട്, ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ മനസ്സിൽ കുറേ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ ക്രിഞ്ചായി പോവുമോ അല്ലെങ്കിൽ ഈ തള്ളായി പോവുമോ അങ്ങനെയൊക്കെ പറയുമോ എന്ന് എനിക്ക് അറിയത്തില്ല ആളുകൾ. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും, നമ്മളെ സ്നേഹിക്കുന്നവർക്ക്, ഞാൻ എല്ലാവരെയും ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തെങ്കിലും സോറി, ഒരു കാര്യം പറയാനുണ്ട്. ആരും എനിക്ക് കമൻറ്റ് 3-4 പേര് ചെയ്തിരുന്നു, കണ്ണ ഞങ്ങൾക്ക് ഗിഫ്റ്റൊന്നും ഇല്ലയോ എന്ന്. അയ്യോ തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഞാൻ ഇതിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല ഈ യൂട്യൂബിനകത്തുള്ള പരിപാടികളിലെ. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല ഇതിനകത്തൊക്കെ എന്തോ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ എന്തോ ചെയ്യുന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ പരിപാടികളുണ്ട്. ഞാനതൊന്നും നോക്കിയിട്ടില്ല ഇതുവരെ. പക്ഷേ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യം നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഞാനൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെ അതിൽ നിന്നൊരു, ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും അതിൽ ഒരാൾക്കല്ലേ എനിക്ക് എല്ലാവർക്കും തരാനായിട്ട് നമുക്ക് സാമ്പത്തികം ഇപ്പം ഇല്ല. ബട്ട് പറ്റുന്നത് പോലെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു 2-3 പേർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ചെറുതായിട്ടല്ല, എന്തെങ്കിലും ഒരു ഇച്ചിരി കാര്യമായിട്ട് എന്ന് വെച്ചിട്ട് വലുതല്ല, ബട്ട് ഒരു ചെറിയ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ അമ്മമാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ലേഡീസ് കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ കാര്യം, അപ്പോൾ അവർക്ക് ഉപയോഗം വരുന്ന, ഇപ്പോൾ എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. അതായത് ഇന്ന സാധനം കേട്ടോ, ഒരുപാട് വിലയുള്ളതൊന്നും പറഞ്ഞ കളയല്ലേ, ഒരു മീഡിയം പരുവത്തില്ലേ, എന്നാൽ കുഴപ്പമില്ലാത്ത പോലെ. ലേഡീസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇപ്പം മീൻസ് വീട്ടിലെ സാധനങ്ങൾ, എന്താ പറയുക, അവർ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ ഈ ഗിഫ്റ്റായിട്ടൊക്കെ അയക്കേണ്ടത് അല്ലേ. എനിക്കറിയില്ല, അതെന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ പറയാട്ടോ. എന്ന് വെച്ചാൽ ജെൻസിനൊന്നും ഇല്ലെന്നല്ല, ജെൻസിനിക്കുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ജെൻസിനുള്ള ഐറ്റംസ് എന്താണെന്നുള്ളത് അതും, ലേഡീസിനുള്ളത് അതും പറയാം. അപ്പോൾ 2 പേർക്ക് നമുക്ക് കൊടുക്കാം, അതായത് ഒരു ആണിനും ഒരു പെണ്ണിനും. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് എനിക്ക്
നമ്മൾ നോക്കാം, എന്തെങ്കിലും ഇതിനൊരു മാർഗ്ഗം കാണും. ഞാൻ നെറ്റിലേക്ക് ഒന്ന് സെർച്ച് ചെയ്യട്ടെ. നമുക്ക് ഇത്രയും കമൻറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഈ കമൻറ്റുകളിൽ നിന്നാണല്ലോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ കമൻറ്റുകളെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചില ആൾക്കാരുടെ വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ അത് സെലക്ട് ചെയ്യുന്നത് എന്തോ ഒരു സോഫ്റ്റ്വെയറോ അങ്ങനെ എന്തോ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് അവർ സെലക്ട് ചെയ്യും, കമൻറ്റ് പിക്കറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഒരാളെ സെലക്ട് ചെയ്ത് അയാൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള, ഞാൻ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ആളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു എന്ന് വെച്ചോ, ഞാൻ ആ ആളിന് എൻ്റെ യൂട്യൂബ് കമൻറ്റിൽ നിന്ന് തന്നെ അടിയിൽ ഞാൻ റിപ്ലൈ തരും. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ്, ആ കാര്യങ്ങൾ എനിക്ക് എൻ്റെ മെയിലിലേക്ക് അയക്കാം. കാരണം എനിക്ക് മാർഗ്ഗമില്ല വേറെ. എൻ്റെ മെയിൽ, വാട്സപ്പ് നമ്പർ എന്നും പറഞ്ഞാൽ എനിക്ക് ഫോൺ നമ്പർ എനിക്ക് പരസ്യമായിട്ട് പബ്ലിക് ചെയ്യാൻ ആ വാക്ക് വരുന്നില്ല. ഓക്കെ, അതെനിക്ക് പരസ്യമായിട്ട് ഇടാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നൊക്കെ നമ്പർ എടുക്കാമായിരിക്കാം, പക്ഷേ എല്ലാവരും എടുക്കില്ല. എന്നാലും നമ്മൾ പബ്ലിക്കായിട്ട് ഇട്ടാൽ അത് എനിക്കറിയില്ല എൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്. എനിവേ, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ ഒരു കമൻറ്റ് പിക്ക് ചെയ്യുന്ന കമൻറ്റിലുള്ള ആളിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അവരുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് തരിക. അപ്പം ഞാൻ ആ സാധനം നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് എവിടെ നിന്നാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്ത് അങ്ങനെ അയക്കാം. അപ്പോൾ ആ സാധനം എന്താണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ട അല്ലെങ്കിൽ ഗിഫ്റ്റ് നൽകേണ്ടതെന്നുള്ള ഒരു സാധനം നിങ്ങൾ തന്നെ ഒന്ന് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യണമെന്നല്ല, ആരെങ്കിലും കമൻറ്റ് അയക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമുക്കത് ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിന് ചെറിയ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വലിയ കാര്യങ്ങളല്ല, വലുതൊക്കെ പറ്റുന്ന സമയത്ത് നമുക്ക് വലുത് തന്നെ ചെയ്യാം. അതിൽ പ്രശ്നമൊന്നുമില്ല. അതിലിപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ അതൊന്ന് ചെയ്യും. ഇതൊക്കെ എനിക്കൊരു സന്തോഷമായിട്ട് തോന്നുന്നു കേട്ടോ. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി കമൻ്റ് ഇടുകയാണ് എന്നല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു സന്തോഷമാണത്, അതുകൊണ്ട് പറഞ്ഞാണ്. ഇതൊക്കെയാണ് ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. ദാറ്റ്സ് ഓൾ. ആൻഡ് ഐ എം സേഫ്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹവും എന്താ പറയുക, പ്രോത്സാഹനവും ഒക്കെ ഇനിയും തുടർന്നും ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കട്ടോ. എന്താ ഇപ്പോൾ വേണ്ടേ, അവസാനിപ്പിക്കാം അല്ലേ? വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.